നട്ടലിനുണ്ടാകുന്ന പ്രശ്നങ്ങളും ശസ്ത്രക്രിയയും കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈൻ സ്കോളിയോസിസ് സർജറി വിഭാഗം ഡയറക്ടർ ഡോക്ടർ R. കൃഷ്ണകുമാർ എന്നാണ് ഇന്ന് നമ്മുടെ ഫാമിലി ഡോക്ടർ. ഓവർ ടു ഡോക്ടർ കൃഷ്ണകുമാർ. Family Doctor, supported by VPS Lakeshore. സാധാരണ നട്ടലിൻ്റെ ചികിത്സയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പറേഷൻ ചെയ്താൽ കാല് തളർന്നു പോകുമോ, പിന്നെ നടക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പിന്നെ ഒരുപാട് റെസ്റ്റ് ആവശ്യമാണോ, കിടപ്പിലായി പോകുമോ, ഇങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ ഇന്നത്തെ ചികിത്സാ രീതിയിൽ നമുക്ക് വളരെ നേരത്തെ തന്നെ പേഷ്യൻസിന് ബെഡിൽ നിന്ന് അവരുടെ ജീവിത കാര്യങ്ങളിലേക്കും അവരുടെ ജോലിയിലേക്കും പ്രവേശിക്കാൻ തക്ക രീതിയിലുള്ള ചികിത്സാ രീതിയാണ് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ പോലും നിലവിലുള്ളത്. ഇത്ര വലിയ സർജറി ആണെങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ജോലിയിൽ പുനഃപ്രവേശിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പം പിന്നെ തളർന്നു പോകുമ്പോൾ അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളുമുണ്ട്. നമ്മൾ നട്ടലിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നാഡീഞരമ്പുകളുടെ പ്രവർത്തനം നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്യാനുള്ള എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ ന്യൂറോ മോണിറ്ററിംഗ് ടെക്നിക്സ് എന്നാണ് പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പേഷ്യൻ്റ് അനസ്തേഷ്യയിലായിരിക്കുമ്പോൾ പോലും നമ്മുടെ നാഡീഞരമ്പുകളുടെ പ്രവർത്തനം നിരീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം വലിയ സർജറികൾ പോലും ചെയ്യുന്നത്. അതുകൊണ്ട് സർജറികൾ വളരെ സേഫാണ്. പലതും കേട്ടുകേഴ്വിയുടെ പുറമേയുള്ള ഒരു സംസാരത്തിലാണ് പേഷ്യൻസ് വഴിതെറ്റിപ്പോകുന്നത്. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ശരിയായ സമയത്ത് ശരിയായ ചികിത്സ കിട്ടാതെ പോകുന്നുണ്ട്. പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയി സീരിയസ് ആയിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ചികിത്സ മാറ്റി വെച്ചത് കൊണ്ട് അസുഖം മാറില്ല നട്ടലിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ. അതുകൊണ്ട് യഥാസമയത്തുള്ള കറക്റ്റായിട്ടുള്ള ചികിത്സ രോഗിക്ക് ഗുണം മാത്രമേ ചെയ്യത്തുള്ളൂ. Family Doctor, supported by VPS Lakeshore. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.